എല്ലാവർക്കും മമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. നമ്മളിന്ന് വളരെ ലളിതമായ എന്നാൽ നല്ല ടേസ്റ്റും ഉള്ള ഒരു ഐറ്റമാണ് എടുക്കുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ ഒന്ന് രണ്ട് ഐറ്റം കപ്പ കൊണ്ട് ചെയ്തിട്ടുണ്ട്. കപ്പ കുഴച്ചത്, മീൻകറിയും, പിന്നെ കപ്പ ബീഫ് ചേർത്ത് ഉലർത്തണത്, കപ്പ വേവിച്ചിട്ട് തേങ്ങയിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ് കാണിക്കുന്നത്. വേറെ ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ളത് കപ്പ ഉലർത്ത. അതായത് കപ്പ വേവിച്ചിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉള്ളിയെല്ലാം ചതച്ച് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഉലർത്തിയെടുക്കുന്നത്, തേങ്ങയൊന്നും ചേർക്കാതെ ഉലർത്തിയെടുക്കുന്നത്. അതൊരു എല്ലാവർക്കും തന്നെ അറിയാമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഞാൻ ചെയ്യണതിൽ ഉണ്ടാകുമായിരിക്കും. നിങ്ങൾക്ക് പലതും നോക്കുമ്പോൾ കിട്ടുമായിരിക്കും എന്ന് ഞാൻ കരുതണു. അപ്പം നമുക്ക് കപ്പ ഉലർത്തുന്നത് ഞങ്ങളുടെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കിക്കളയാം. ഇനി നമുക്ക് കപ്പ ഉലർത്താനായിട്ട് കപ്പ നെകക്ക വെള്ളം ഒഴിച്ച് ഉപ്പ് ചേർത്തില്ല, ഉപ്പ് ചേർക്കണ കാണിക്കാം. ചേർത്ത് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ചെരുവത്തിൽ വെച്ചാൽ വേവിക്കണേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും സ്വല്പം കുഴയും. ഉലർത്തണ സാധനം പരമാവധി കുഴയാതിരുന്ന അതാ നല്ലതാ. വിട്ടിരിക്കുന്നതാ ഉലർത്തണ. കപ്പ ഉലർത്തുമ്പോൾ എപ്പോഴും നല്ലത്. കപ്പ കുഴയ്ക്കണതോ കപ്പ തേങ്ങ ഇടുന്നതോ ഒക്കെ കുഴഞ്ഞാൽ കുഴപ്പമില്ല. ഇത് മാത്രം കുഴയാതിരുന്ന അത്രയും നല്ലതാ. സ്വല്പമൊക്കെ കുഴയും വെള്ളം ഊറ്റുമ്പോൾ, എങ്കിലും പരമാവധി ഇങ്ങനെ വേവിച്ചാൽ കുഴയാതിരിക്കും. ഇപ്പൊ എന്തോരം കപ്പ ഉണ്ട് നമുക്ക്? 2 കിഴങ്ങ് ഞാൻ എടുത്തേ ഉള്ളൂ. അത് തൂക്കം പറയാൻ പറ്റൂല. അത് കൊത്തി എരിഞ്ഞ് നെകക്ക വെള്ളം ഒഴിക്കുന്നത് വെള്ളം ഊറ്റാനുള്ളത് കൊണ്ടാട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും ഒരേ കപ്പ പോലെ. അങ്ങനെ ഒട്ടിയിരിക്കരുത്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഉപ്പ് മിക്സ് ആയിക്കോളും. ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അടപ്പ് വെച്ച് മൂടാം. എന്നിട്ട് തികന്നു വരുമ്പോൾ വന്ന് നോക്കാം. അപ്പൊ വേവ് കാണുക നമുക്ക് കണ്ടുകൊണ്ട് തന്നെ ഇത് ഓഫ് ചെയ്ത് വെള്ളം ഊറ്റാൻ പറ്റും. അങ്ങനെ അതൊരു നല്ല മാർഗ്ഗമാണ്. അതുകൊണ്ടാണ് ഇനി നമുക്ക് മൂടി വെക്കാം. തികന്നു വരട്ടെ കേട്ടോ. നമ്മുടെ കപ്പ ദേ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കിഴുത്തപ്പാത്രം വെച്ച് അടിയിൽ വെള്ളം വീടാനായിട്ടൊരു ചെരുവുണ്ട്, അതിലേക്ക് മറിക്കുവാട്ടോ. കണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. വിട്ടാ വെന്തിരിക്കണം. വെന്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുവത്തിലായതുകൊണ്ട് നമ്മൾ ഒട്ടിപ്പിടിക്കാതെ വിട്ടിരിക്കണം. ഈ പാകത്തിനാണ് ഉലർത്തേണ്ടത്. കപ്പ ഉലർത്തണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിട്ടിരിക്കണം. അത് നമ്മള് കുക്കറിൽ വെച്ചാൽ എത്രയായാലും ഇത് ശരിയാവൂല, ഇച്ചിരി കുഴഞ്ഞു പോകും എന്തായാലും. ഇതിപ്പോ കണ്ടോണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ച് നമ്മള് പാത്രത്തിൽ വെച്ചും തുറന്നു വെച്ചും മൂടി വെച്ച് വേവിക്കുമല്ലോ. അപ്പൊ കാണാൻ നമുക്ക് ഇടയ്ക്ക് വന്ന് നോക്കി. ഇനിയിപ്പം നമുക്ക് ഉള്ളിയൊക്കെ മൂപ്പിച്ച് ഉലർത്തിയാൽ മതി. ഉലർത്തുമ്പോൾ ഇച്ചിരി ഒന്ന് കുഴഞ്ഞ പോലെ വരുമെങ്കിലും കുഴപ്പമില്ല, കട്ടയായിട്ടിരിക്കൂല. വെള്ളം പോട്ടേട്ട് എന്നിട്ട് നമുക്ക് ഉലർത്താം. അങ്ങനെ നമ്മൾ കപ്പ വെള്ളം വാലാനായിട്ട് വെച്ചു. ഉലത്താനുള്ള വെള്ളം വാർന്നു കഴിഞ്ഞു. അപ്പോൾ ഉലത്താനായിട്ട് ഞാൻ ചീനിച്ചട്ടിയിലേക്ക് അത് ഉലർത്താൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു 4-5 ദളം ചുവന്നുള്ളി എടുത്തു, 2-3 ദളം വെളുത്തുള്ളി എടുത്തു, 5-6 കുരുമുളകും ഉണ്ട്. അതാദ്യം ചതച്ചു. അതിനുശേഷം അതിലേക്ക് ഒരു 3-4 വേപ്പിലയും കൂടെ ഇട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടേക്കുവോ മൂക്കാനായിട്ട്. ഇത് മൂത്ത് കഴിയുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർക്കണം. ഇപ്പം ഫുൾ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഉള്ളി ഒരുവിധം മൂത്ത് വരുമ്പോഴത്തേക്കും ഫ്ലെയിം സ്ലോയിലേക്ക് മാറ്റണം, സിമ്മിലേക്ക് മാറ്റണം. അത് കഴിഞ്ഞിട്ട് പൊടിയിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഉലർത്താം കേട്ടോ. അത്രയേ ഉള്ളൂ ഉലർത്തണം. ഇത് മൂത്തൂന്ന് എങ്ങനെയാ മനസ്സിലാവണം? ഉള്ളിയും മുളകും മൂക്കണത് എല്ലാ പാചകത്തിലും കാണിക്കണേല. അതിന്റെ നിറം മാറി വരും ഉള്ളിയുടെ ഒക്കെ. അതെല്ലാ പാചകത്തിലും നമ്മൾ കാണിക്കണ കറിയിലൊക്കെ. അത് പ്രത്യേകിച്ച് നിറം മാറി വന്നു, പൊടി ഇടാറായി. സിമ്മിലേക്ക് മാറ്റുക. ഫ്ലെയിം ഏറ്റവും സ്ലോയിലാക്കി വെച്ചോ പൊടി ഇടാവോ, അല്ലെങ്കിൽ പൊടി കരിയും. അതൊക്കെ ഞാൻ എല്ലാത്തിലും പറയാറുള്ളതല്ലേ. ഇനി മഞ്ഞള്, കുറച്ച് എരിവ് മതിയല്ലോ. അതാ മുളക് പൊടി, കുരുമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന്. അതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർക്കും. കുരുമുളക് ഇട്ട് ഉലർത്തിയ കപ്പ മഴയത്ത് കഴിക്കാൻ നല്ല കോമ്പിനേഷൻ. ചൂടോട് കൂടി കഴിക്കണം. അതെ, ഉള്ളിയുടെ ഒക്കെ നിറം വാങ്ങി ഇടുക. സിമ്മിലാ. അപ്പം ഈ പൊടി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ശരിയാവൂല. ഇത് മൂക്കണം. ഇപ്പം മൂക്കുമല്ലോ, അത് പെട്ടെന്ന് മൂത്ത് കഴിഞ്ഞാൽ കപ്പയിലേക്ക് ഇളക്കുക. കപ്പ വറ്റിച്ചതിൽ ഞാൻ ഉപ്പ് നോക്കിയായിരുന്നു. ഉപ്പൊക്കെ പാകാം കേട്ടോ. ഇനി ഉപ്പ് ചേർക്കണ്ട. നമ്മളാ വെള്ളത്തിൽ വേവിക്കാൻ ഇട്ടപ്പോൾ ഇട്ട ഉപ്പ ഇട്ടിട്ടുള്ളൂ. ഇത് പാകായിരുന്നു. മൂത്ത് തുടങ്ങി. മൂപ്പായിട്ടുണ്ട്.
ഞാൻ കപ്പ ചേർക്കുക. ചേർത്തോ. ഇളക്കി മറിക്കാം. ഇത്ര ഉള്ളു വളർത്തുന്നുണ്ട്. വളർത്തെടുക്കണ്ടോ, വിട്ട് കിടക്കണമുണ്ടോ? എങ്ങനെയാണ് വിട്ട് കിടക്കണമെന്ന് പറയണം. പിന്നെ ഒരു കാര്യമുണ്ട്, ചില കപ്പകൾ എത്ര വേവ് കുറച്ച് വാങ്ങിയാലും കുഴയൂട്ടോ. ചില ഇന അങ്ങനെയാണ്. എത്ര കുറച്ച് നമ്മൾ വേവ് കുറച്ച് വാങ്ങിയാലും അത് ഒന്ന് തിളക്കുമ്പോഴത്തേക്കും കുഴഞ്ഞു പോണ ഇനമുണ്ട്. ഇത് അങ്ങനെ കുഴയണ ഇന അല്ല. അതുകൊണ്ട് ഇത് വിട്ട് നല്ല വൃത്തിയായിട്ട് ഉദ്ദേശിച്ച മോഡലിൽ കിടപ്പുണ്ട്. ഇനി അത് എണ്ണയിൽ കിടന്ന് എല്ലാം കൂടെ മൊത്തം ഒന്ന് മിക്സ് ആവട്ടെ. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഉലർത്ത് കഴിഞ്ഞു മിക്സാക്കി എടുക്കണം. മസാലകൾ ഇതിലേക്ക് കപ്പയിലേക്ക് പിടിക്കണം. അതിനായി മിക്സ് ചെയ്യിക്കണം. ഫ്ലെയിം അങ്ങ് കുറച്ചേക്കാം. അധികം ഫ്ലെയിം ഇടേണ്ട കാര്യമില്ല. നല്ല സ്മെല്ല്. കുരുമുളകിൻ്റെ സ്മെല്ലാണ്. ഉള്ളിയുടെയും കുരുമുളകിൻ്റെ. കുരുമുളക് മസ്റ്റായിട്ട് ചേർക്കണം. മണാറായോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ കപ്പയിലേക്ക് ഇത് മിക്സ് ആവട്ടെ എന്ന്. അല്ലാതെ എങ്ങനെ വാങ്ങണേ? മിക്സ് ആവാനാണ് ഈ ഇളക്കി കൂട്ടുന്നത്. ഇത് മതി. നല്ല മണമുണ്ട്. മസാലയൊക്കെ അതിലേക്ക് പിടിച്ചു. ശരിക്ക് വിട്ടിരിപ്പുണ്ടല്ലേ? പിന്നെ പാകം. ഇനി ഓഫ് ചെയ്യട്ടെ. ഓഫ് ചെയ്ത് നമുക്ക് ചൂടാറി കഴിയുമ്പോൾ ഡിസ്പ്ലേക്ക് എടുക്കാം. അതുപോലെ കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായോ? ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ. മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ചൂടോടുകൂടി കപ്പ ഉലർത്തിയത് കഴിക്കണം. അതാണ് അന്നത്തെ ചായ. അതാണ് ഏറ്റവും സൂപ്പർ കോമ്പിനേഷൻ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടേസ്റ്റ് വളരെ ഫെമിലിയർ ആയിരിക്കും. പ്രത്യേകിച്ച് നാട്ടിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ വളരെ ഫെമിലിയർ ആയിരിക്കും. നാട്ടിലല്ലാത്തവർക്ക് ഇത് ഒരുപാട് കൊതി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വരുന്ന എല്ലാവർക്കും ഹാർട്ടി വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ കൂടുതലായിട്ടും നാടൻ രുചികൾ വളരെ എളുപ്പമായിട്ട് എങ്ങനെ തയ്യാറാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള റെസിപ്പീസൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ചാനലിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.